എന്താ ഇതിനെ തറാവി കേട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു? പെങ്ങളെ കുട്ടിയുടെ കാര്യത്തിൽ സാധിക്കേ എൻ്റെ അടുത്ത് കുറച്ച് ഫുഡ് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഷമ്മാനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പാവങ്ങളാണ്, നമുക്ക് ഇഷ്ടംമാരെ ഫുഡ് കിട്ടാണ്ടല്ലോ അവിടെ. ശരിയാണ് മുതിരെ, നമ്മക്ക് കമ്പനി ഫുഡ് കിട്ടുന്നതുകൊണ്ട് ഫുഡിന്റെ വില അറിയില്ലല്ലോ. ഷമ്മാദ, ആ ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് വാ, ഞാൻ സാധിക്ക് കൊണ്ടു കൊടുക്കട്ടെ. ഏത് ഫുഡിന്റെ കാര്യമൊക്കെ നിങ്ങൾ പറയുന്നത്? എൻ്റെ അടുത്ത് ഞാൻ 4 മണിക്ക് കുറച്ച് ഫുഡ് തന്നെ ഏൽപ്പിച്ചില്ലേ? ആ ഫുഡോ? അതൊക്കെ ഞാൻ അപ്പം തന്നെ കച്ചറയിട്ടുണ്ട്. അച്ചറക്കിടേ പഠിച്ച റബ്ബ, എന്താ ഷമ്മാദ ഈ പറയണത്? എന്ത് പണിയാ സമാധാനം കാട്ടിയത്? അതിപ്പോ ഉച്ചകാലത്തെ ഫുഡല്ലേ, അതിനപ്പം നിങ്ങൾ ഇത്രയും ടെൻഷനാണ്? ഫുഡ് നമ്മൾ നാളെയും വരൂലേ? നമുക്ക് നാളെയും വരും, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഭക്ഷണം കൂടി കളി കളിക്കണേ. ഈ റമദാൻ മാസത്തിലും ഇവിടെ ഭക്ഷണം കിട്ടാത്ത എത്ര പോലെ ആൾക്കാരുണ്ട് ഷമ്മാദേ. ഈ രാജ്യത്തെ ഗവൺമെന്റും ഇവിടുത്തെ ബിസിനസ്സുകാരും എത്ര പോലെ ഫുഡ് ആൾക്കാർക്ക് ഈ റമദാൻ മാസം കൊടുക്കണമെന്ന് അറിയാം. നമുക്ക് കിട്ടണത് കുറേച്ചെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തുകൂടെ? ബിസിനസ്സുകാർ മാത്രമല്ല മേദ്യം ഭായി, KMCC പോലത്തെ എത്ര സംഘടനകളെ രംഗത്തുള്ളത്. ഈ റമദാൻ മാസത്ത് എത്ര പോലെ ടെന്റ് ഉണ്ട്, അതൊന്നും ഇജ്ജ് കാണില്ലേ സമാധേ? ബാങ്ക് വിളിക്കാൻ നേരത്ത് എത്ര പാവങ്ങളുടെ വരിക്ക് നിൽക്കുന്നുണ്ട്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഒന്ന് അനുഭവിക്കാം. മറന്നു പോയെങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാന്. 5-6 കൊല്ലം മുന്നേ കൊറോണ ഒക്കെ അവിടെ കഴിഞ്ഞിക്കണ്. പടച്ച റബ്ബേ, അതൊന്ന് ഓർപ്പിക്കല്ലേ സാധിക്കേ. എത്ര ജനങ്ങളാണ് ഇവിടെ ഭക്ഷണമില്ലാണ്ട് കഷ്ടപ്പെട്ടത് കൊറോണ കാലത്ത് എന്നറിയോ? ഈ നോമ്പിന്റെ ഉദ്ദേശം തന്നെ വിശപ്പിന്റെ വില അറിയുന്നതാണല്ലോ ഷമ്മാദെ. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇതിനെ നീക്ക് ആ കുട്ടികൾ അന്യം പ്രതീക്ഷിച്ച് വരികയാണ്. ഭക്ഷണം നമുക്ക് വാങ്ങി കൊടുക്കണോ? വാ.